നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ SCERT പാഠപുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. തൊഴിൽ വൈവിധ്യങ്ങൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. എക്കണോമിക്സിൻ്റെ ബേസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യമായി നമുക്ക് തൊഴിലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. നമുക്കറിയാം, കായികമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളുമുണ്ട്, ബൗദ്ധികമായിട്ട് ചെയ്യേണ്ട ചില ജോലികളും ഉണ്ട്. ഇതിന് കിട്ടുന്ന പ്രതിഫലത്തിന് കൂലി അഥവാ ശമ്പളം എന്ന് പറയുന്നു. കൂലി അല്ലെങ്കിൽ ശമ്പളം. അപ്പോൾ തൊഴിലിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെ തൊഴിലെന്ന് പറയുന്നു. അതിൻ്റെ പ്രതിഫലം കൂലി അല്ലെങ്കിൽ ശമ്പളം. കൂലി അല്ലെങ്കിൽ ശമ്പളം. കൂലിയും ശമ്പളവും എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലം. കരാർ പ്രകാരം സേവനം നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലത്തിന് കൂലി എന്ന് പറയും. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കുന്നത്. മണിക്കൂറോ ദിവസമോ കണക്കാക്കിയാണ് കൂലി നിശ്ചയിക്കുന്നത്. കരാർ പ്രകാരം സേവനം നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തിന് ശമ്പളം എന്ന് പറയും. പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലത്തിന് ശമ്പളം എന്ന് പറയും. മറ്റേത് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മളതിനെ കൂലി എന്ന് പറയും. അത് കരാർ പ്രകാരം ചെയ്യുന്നതാണ്. മാസ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ നമ്മൾ ശമ്പളം എന്ന് പറയും. വരുമാന സ്രോതസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ലഭിക്കുന്ന അധ്വാനത്തിനെയോ വസ്തുവകകളെയാണ് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. വരുമാനം ലഭിക്കുന്ന അധ്വാനത്തിനെയോ വസ്തുവകകളെയാണ് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. ഏതെല്ലാം വരുമാന സ്രോതസ്സുകൾ നമുക്കറിയാം? കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തി, ഓഹരികൾ, ഇവയാണ് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ, ഓഹരികൾ, ഇവയാണ് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആസ്തി? അപ്പോൾ ആസ്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ ആസ്തി എന്ന് പറയും. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങൾ, അതായത് കെട്ടിടം, വസ്തുവകകൾ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആസ്തികളെന്ന് പറയുന്നത്. ഈ ആസ്തിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. അതായത് കെട്ടിടം നമ്മൾ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വാടക കിട്ടും. വസ്തുവകകളിൽ നിന്നാണെങ്കിൽ അതിലുള്ള സാധനങ്ങൾ വിറ്റ് അല്ലെങ്കിൽ കൃഷി ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ആസ്തികളെന്ന് പറയുന്നത്. അപ്പോൾ കെട്ടിടം, വസ്തുവക, അതൊക്കെ ആസ്തികളിൽ വരും. അതും ഈ പറയുന്ന ആസ്തി എന്ന് പറയുന്നത് ഒരു വരുമാന സ്രോതസ്സാണ്. ഇനി നമുക്ക് വിവിധ തരം വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പറയുന്ന പേര് എന്താണെന്ന് നമുക്ക് നോക്കാം. വിവിധ തരം വരുമാന സ്രോതസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഓരോരോ പേര് പറയും. ഓരോ സ്രോതസ്സിനനുസരിച്ചും വരുമാനത്തിൻ്റെ പേര് മാറും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ വിള എന്നാണ് പറയുന്നത്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വിള എന്നാണ് പറയുന്നത്. തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂലിയോ ശമ്പളമോ ആണ്. തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂലിയോ ശമ്പളമോ ആണ്. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ലാഭം എന്ന് പറയുന്നു. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ലാഭം എന്നാണ് പറയുന്നത്. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം പലിശയാണ്. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം പലിശയാണ്. ആസ്തികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം വാടക അല്ലെങ്കിൽ പാട്ടം എന്ന് പറയുന്നു. ആസ്തികളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വാടക എന്നോ പാട്ടം എന്നോ ഒക്കെ പറയും. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലാഭവിഹിതമാണ്. ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലാഭവിഹിതമാണ്. ഒന്നുകൂടി പറയാം. കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിള, തൊഴിലിൽ നിന്ന് കൂലിയും ശമ്പളവും, ബിസിനസ്സിൽ നിന്ന് ലാഭം, ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് പലിശ, ആസ്തികളിൽ നിന്ന് വാടകയും പാട്ടവും, ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭവിഹിതം. ഇനി നമുക്ക് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും എന്താണെന്ന് നോക്കാം. കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയോ നാരുകളുടെയോ ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്,
കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയാണ് കാർഷിക തൊഴിലായിട്ട് കണക്കാക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന തൊഴിലുകളെയാണ് കാർഷിക തൊഴിലുകളെന്ന് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തുന്നത്, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളായിട്ട് കണക്കാക്കുന്നു. ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ പാഠപുസ്തക പ്രകാരം പറയുന്നത്. അതായത് 2022-23 കണക്ക് പ്രകാരമാണെന്ന് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2022-23 എക്കണോമിക് റിവ്യൂ പ്രകാരം 46.5% പേർ കൃഷിയുമായിട്ടാണ് ഇന്ത്യയിൽ കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കന്നുകാലി വളർത്തലും മത്സ്യകൃഷിയും സസ്യം വളർത്തുന്നതുമൊക്കെ കാർഷിക തൊഴിൽ എന്നാണ് പറയുന്നത്. കാർഷികേതര തൊഴിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക തൊഴിലിൽ ഉൾപ്പെടാത്ത എല്ലാ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായിട്ടാണ് കണക്കാക്കുന്നത്. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാ തൊഴിലുകളെയും കാർഷികേതര തൊഴിലുകളായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണെന്ന് പറയുന്നു. അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി അങ്ങനെയുള്ള തൊഴിലുകളൊക്കെ പുസ്തകത്തിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും പിന്നെ സേവനങ്ങളും, ഇതെല്ലാം കാർഷികേതര തൊഴിലുകളാണ്. പാഠപുസ്തകത്തിൽ സ്വയം തൊഴിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിന് സ്വയം തൊഴിലെന്ന് പറയുന്നു. തൊഴിലുടമത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിന് സ്വയം തൊഴിലെന്ന് പറയുന്നു. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു എന്ന് പറയുന്നു. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു എന്ന് പറയുന്നു. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതിൽ 3 പദ്ധതികൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നവജീവൻ പദ്ധതി, പിന്നെ കൈവല്യ, ശരണ്യ, 3 പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത്. നവജീവൻ, കൈവല്യ, ശരണ്യ. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് കണക്കാക്കിയുള്ള പദ്ധതിയാണ്. അതായത് അതിൻ്റെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ്. കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വനിതകളാണ്. അപ്പോൾ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളാണ് നവജീവൻ പദ്ധതി, കൈവല്യ പദ്ധതി, ശരണ്യ പദ്ധതി. നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കും, കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കും, ശരണ്യ പദ്ധതി വനിതകൾക്കും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് എക്കണോമിക്സിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് കൂലി, ശമ്പളം അതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക, ആസ്തി എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ ഓരോ വരുമാന സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെയും പേര് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ അവസാനം പറഞ്ഞ സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ ഓരോന്നും ആരെയൊക്കെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.